ഒരുപാട് വർഷങ്ങളായി നിരവധി സിനിമകളിൽ ഈ ഒരു ചിരിക്കുന്ന മുഖം നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് നൗ വി ഹാവ് ദാറ്റ് സ്മൈലിംഗ് ഫേസ് ഇൻ ഫ്രണ്ട് ഓഫ് us. സോ ഹാപ്പി ആൻഡ് വെൽക്കം നീന കുറുപ്പ്. അതെ, എനിക്ക് ചേച്ചിന്ന് വിളിക്കാൻ തന്നെ എന്തോ എന്നാലും യു സ്റ്റിൽ ലുക്ക് സോ യങ്. എന്റെ പകുതിയിലെക്കാട്ടും താഴെ വയസ്സെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് യു ഹാവ് ടു കോൾ മീ ചേച്ചി. ബട്ട് ചേച്ചി പറയാലോ, ഒരുപാട് നാൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഖത്തറിലേക്ക് വരുന്നത് അല്ലേ? 20 yearsന് ശേഷം. 20 years. Okay. How is it? See, 20 years ബാക്കിലുള്ള ഖത്തർ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, സോ പിന്നെ ബാക്കിയുള്ള പല GCC പല കൺട്രീസിലും പോയതുകൊണ്ട് എൻ്റെ ഒരു ഫീൽ എല്ലാം സെയിം ആയിരിക്കും എന്നാണ്. പക്ഷെ ഇന്ന് ഇവിടെ ഈ 4 ദിവസമായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വേണം കുറച്ച് കാണാൻ, അപ്പോഴായിരിക്കും എനിക്ക് സത്യത്തിൽ മനസ്സിലാവുക. പക്ഷെ അന്നത്തെ ഖത്തർ എനിക്ക് തീരെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ദിസ് ഇസ് ലൈക്ക് മൈ ഫസ്റ്റ് വിസിറ്റ് ടു ഖത്തർ. അടിപൊളി. എന്തായാലും വി ആർ ഓൾസോ സോ ഹാപ്പി ബിക്കോസ് സീൻ ഇൻ സോ മെനി മൂവീസ്. അതിപ്പോ എനിക്ക് തോന്നുന്നു യുവർ ടീനേജ് കാലങ്ങൾ മുതൽ അല്ലെങ്കിൽ ഒരു യങ് ഒരു കൈൻഡ് ഓഫ് ആ സമയം മുതൽ ഓരോരോ ഭയങ്കര മോഡേൺ വേഷങ്ങളിൽ തുടങ്ങി, അവിടുന്ന് പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഓരോ സീരിയലിൽ ഇടയ്ക്ക് വെച്ച് പോയി വീണ്ടും സിനിമകളിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ലോങ് ജേർണി തന്നെയാണ്. ലുക്കിംഗ് ബാക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറീസ് മൈൻഡിൽ ഉണ്ടാവും എന്നറിയാം. അതിലേക്കൊക്കെ നമ്മൾ പോവാണ്. പക്ഷെ സ്റ്റാർട്ടിങ് വിത്ത് ആദ്യത്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിലേക്ക് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിൽ ഒരു ചെറിയൊരു ക്യാമിയോ പോലെ ചെയ്തു ഓടി വന്ന് നോക്കുന്നത്. ഇന്നലെ അതാരോ എനിക്ക് അയച്ചു തന്നു. ആക്ച്വലി അത് കണ്ടിട്ടാണ് എന്നെ ശ്രീധരന്റെ 1ാം തിരുമുറു എന്ന മൂവിയിൽ ഹീറോയിൻ ആക്കിയത്. ഈ ഗാന്ധിനഗർ ഞങ്ങൾ ആക്ച്വലി ആ ഷൂട്ട് കാണാൻ പോയതായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സും, നമ്മൾ മോഹൻലാൽ ഫാൻസ്, ലാലേട്ടൻ ഫാൻസ്, ലാലേട്ടനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ അപ്പം ഞങ്ങളോടും 3 പേരോടും ഒന്ന് വന്നിട്ട് ഈ ഒരു ഷോട്ട് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തതാണ്. പക്ഷേ ഞാനൊരു ഫിലിമിന്റെ ക്യാമറയുടെ മുന്നിൽ ആദ്യം അപ്പിയർ ചെയ്തത് സത്യത്തിൽ കാറ്റത്തെ കിളിക്കുടു എന്ന സിനിമയിലാണ്. കാറ്റത്തെ കിളിക്കുടു രേവതി ലാലേട്ടൻ തന്നെ. ലാലേട്ടനെ കാണാൻ പോയതാണോ? അല്ല, അത് അന്ന് ഈ കാലിക്കറ്റിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ അവരായിരുന്നു. അപ്പം ഗംഗാധരൻ, PV ഗംഗാധരൻ, ഗംഗങ്കിള് എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഫ്രണ്ടാണ്. അപ്പൊ ഗംഗങ്കിള് വിളിച്ചിട്ട് പറഞ്ഞു, കുറേ ഗേൾസ്, കുറേ ഫ്രണ്ട്സ്, കോളേജിലെ കുട്ടികൾ അവരുടെ റിലേറ്റീവ്സിനെയും അവരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ മക്കളെ വിളിച്ചിട്ട് ഈ കോളേജ് അറ്റ്മോസ്ഫിയർ, കാലിക്കറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഷൂട്ട്. അപ്പൊ ഈ കോളേജ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിനെയും ഒക്കെ മക്കളെയാണ് അവിടെ. അപ്പൊ ഞങ്ങളെല്ലാവരും ഭയങ്കര എനിക്ക് തോന്നുന്നു I was only 17 or something. സ്കൂള് കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, പ്രീ ഡിഗ്രിയിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ്മെന്റ്. നമുക്കൊരു ട്രിപ്പല്ല, രാവിലെ തന്നെ എല്ലാവരും കൂടെ അവരൊരു ബസ് അറേഞ്ച് ചെയ്തു. അവർ ട്രാൻസ്പോർട്ട് ഉള്ള ആൾക്കാരാണല്ലോ, ബസ് അറേഞ്ച് ചെയ്തു. ഞങ്ങളെല്ലാവരും അവിടെ പോകുന്നു, ഞങ്ങളിങ്ങനെ അഭിനയിക്കുന്നു. അപ്പം ഐ ഗെസ് സം തിങ്സ് ആർ ഇൻ യുവർ ഡെസ്റ്റിനി അല്ലേ. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട്, കാരണം അന്ന് എത്രയോ പേര് ഞങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്നും രേവതിയുടെ കൂടെ നടക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ലൈക്ക് ലാലേട്ടൻ രേവതിനെ കാണാൻ വരുന്നു, അവർ എന്തോ പിണക്കാണ്. അപ്പം കാണാൻ വരുമ്പോൾ വന്നിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ രേവതി മൈൻഡ് ചെയ്യാതെ നടക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ആരാത് ചോദിക്കുന്നുണ്ട്. ഡയലോഗ് വരുന്നുണ്ടായിരുന്നു കേട്ടോ, ആദ്യത്തെ പേര്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പ്രോബബ്ലി ദാറ്റ് വാസ് സപ്പോസ് ടു ബി മൈ ഫ്യൂച്ചർ ഇൻ ദ മൂവീസ്. കാരണം ഇത്രയും പേരുണ്ടായിട്ട് അന്നും എടുത്ത് എന്നോട് പറഞ്ഞു കൂടെ നടക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ നമ്മൾ ഗാന്ധിനഗറിൽ ഇയേഴ്സ് ലേറ്റർ, ആക്ച്വലി 3 or 4 years ലേറ്റർ അതിന് പോയിട്ട്, അതേപോലെ തന്നെ അന്നും അവിടെ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെയാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇതൊന്ന് ചെയ്യുന്നു. ആ 3 പേരിലാണ് വീണ്ടും എന്നെ സെലക്ട് ചെയ്യുന്നത് ശ്രീധരന്റെ 1ാം തിരുമുറു. ഇനി ശ്രീധരന്റെ 1ാം തിരുമുറു അതിലേക്ക് എത്തുമ്പോ ആ ഒരു സിനിമയിലൂടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത്, അതും 3 ലെജൻഡറി ആക്ടേഴ്സിന്റെ കൂടെയാണ് ത്രൂ ഔട്ട് സീൻസ്. മമ്മൂക്ക, ശ്രീനിവാസേട്ടൻ, അതുപോലെ സുകുമാരി ചേച്ചി, സുരേഷ് ഗോപി, ഇവരെല്ലാവരും ഒരുപോലെ നിൽക്കാണ് ലൈക്ക് ത്രൂ ഔട്ട് മൂവി. ഇന്നസെന്റ് ചേട്ടൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സത്യത്തിൽ ആ ഒരു സമയത്ത്, ബിക്കോസ് യു ആർ സ്റ്റാർട്ടർ, ആ ഒരു സമയത്ത് ഒരു ബിഗിനർ ആണല്ലോ, പേടി ഉണ്ടായിരുന്നോ, തെറ്റിക്കുന്നുണ്ടായിരുന്നോ? ഇന്നത്തെ കുട്ടികളൊക്കെ അവരുടെ കരിയർ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ മൂവീസിലൊക്കെ വരുന്നത്. സോ അവർക്ക് ആക്ടേഴ്സ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ദേ ആർ എക്സൈറ്റഡ് വെൻ ദേ ഡു ദാറ്റ്. അന്ന് മൂവീസ് എൻ്റെ മൈൻഡിലേ ഇല്ലാത്തൊരു സാധനമായിരുന്നു. മമ്മൂട്ടി അറിയാം, സുരേഷ് ഗോപി, എന്താണ് ഇന്നസെന്റ് ചേട്ടൻ, ശ്രീനേട്ടൻ,
സുകുമാരി ചേച്ചി, ഇടവേള ബാബു, ഇവരൊക്കെ അറിയെങ്കിലും അതിൻ്റെ ഒരു ത്രിൽ, ഞാനിപ്പോൾ നേരത്തെ ഖത്തറിനെ കുറിച്ച് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഭാഗ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്നത്തെ കാലത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ വിചാരിക്കും ഇന്നായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി മീൻസ് ഞാൻ എന്താ പറയാ ബോധം കിട്ടുപോയത് സന്തോഷം കൊണ്ടും എന്താ പറയാ എക്സൈറ്റ്മെന്റും കൊണ്ടും. പക്ഷെ അന്ന് എനിക്കും എനിക്ക് ആകെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ ഡ്രസ്സ് എന്താ ഇടേണ്ടത്, അപ്പൊ പറഞ്ഞു മോഡേൺ ഡ്രസ് ആണെങ്കിൽ അഭിനയിക്കാം. ഇത്രയും ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മൈ ക്രൈറ്റീരിയ. അത്രയും സ്റ്റുപ്പിഡ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിക്ക് ആ മോഡേൺ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പം ആ ഒരു ക്യാരക്ടറെ നോക്കി കഴിയുമ്പോഴത്തേക്കും നൗ ലൈക്ക് ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് ആ ഒരു ഓൾഡ് മൂവി കാണുമ്പോൾ നമ്മൾ പറയും ഓക്കെ ഈ ഒരു ക്യാരക്ടർ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നാണ്, ബിക്കോസ് ഓഫ് ദാറ്റ് ഷീ ഈസ് ബിഹേവിങ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ആൾക്ക് ഇന്ന ഫുഡ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ബേസിക്കലി ആ ഒരു നേച്ചർ തന്നെ വരുന്നത് അതുകൊണ്ടാണെന്ന്. പക്ഷെ അന്നത്തെ കാലത്ത് അത് കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്കൊക്കെ എന്തൊരു അഹങ്കാരിയാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് അന്നുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ആക്ച്വലി അന്നത്തെ കാലത്ത് ഞാനൊരു അഹങ്കാരിയായിരുന്നു. പുറത്തും ഒരു പേര് ഒരു ദുഷ്പ്രചരണം ഉണ്ടായിരുന്നു. ഓക്കെ, എപ്പോഴും ഉണ്ടാവുമല്ലോ അഷ്ടമി, നമ്മള് കുറച്ച് ബോൾഡായിരിക്കുന്ന കുട്ടികളെ എപ്പോഴും ആൾക്കാർ അങ്ങനെയാണ് കാണുക. അപ്പോൾ ഒരു അഹങ്കാരിയായിട്ട് കാണുന്നതുകൊണ്ട് പലരും എന്നോട് പറഞ്ഞിട്ട്, എൻ്റെ അമ്മ വരെ എന്നോട് പറഞ്ഞിട്ട് നിന്റെ സ്വഭാവം തന്നെയാണ് നീ കാണിച്ചത്. സോ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ലായിരുന്നു. കാരണം ഇത് വീട്ടിൽ നിന്നേ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അഹങ്കാരിയാണ്, അവള് അഹങ്കാരി. എൻ്റെ ചേച്ചിമാരൊക്കെ പറയും. കാരണം എൻ്റെ തൊട്ടമൂത്ത ചേച്ചി എന്നെക്കാട്ടൊരു 5 years ഡിഫറൻസ് ഉണ്ട്. അപ്പം ഡാഡിയുടെ കുറച്ച് പെറ്റായിരുന്നു ഞാൻ. അപ്പൊ എല്ലാ കാര്യത്തിലും എനിക്ക് കിട്ടും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അഹങ്കാരം എന്നൊരു ടാഗ് ലൈൻ വാസ് ഫോളോയിങ് മീ ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ മൂവി ഓൾസോ. ഐ തിങ്ക് കുറച്ച് കൊല്ലങ്ങളായിട്ടാണ് ഞാൻ അതിൽ നിന്നും മാറി ഈ അമ്മ വേഷങ്ങളൊക്കെ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ അഹങ്കാരം ഉണ്ടാവില്ലല്ലോ, നമ്മൾ കുറച്ച് സോഫ്റ്റ് ആവണം. അപ്പൊ ആ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ആ ബ്രാൻഡ് ആ ടാഗ് ലൈൻ എൻ്റെ നിന്ന് പോയതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബട്ട് ദാറ്റ് ക്യാരക്ടർ അതിന്റെ ആ ലുക്കും ഭയങ്കര രസമാണ്, ഹെയർ സ്റ്റൈലും വേറൊരു തന്നെ ഒരു സംഭവമായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു ട്രെൻഡി ആയിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഹെയർ എന്ന് എനിക്കാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ ഐ ലുക്ക് ലൈക്ക് എ റാറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ മൂവിയിൽ. മെലിഞ്ഞ് അങ്ങനെയായിരുന്നു, മുടിയൊക്കെ ഇങ്ങനെ. അന്നത് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ പക്ഷെ അന്നും ഇന്നും എപ്പോഴും ഡ്രസ്സിങ് ഓർ ദ ഓവറോൾ ലുക്ക് ഓർ ദാറ്റ് കോൺഫിഡൻസ് എല്ലാം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ചേച്ചി എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കുറച്ചൊക്കെ അത് ഐ തിങ്ക് നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ഇപ്പം. എന്നാലും കുറെ പേരൊക്കെ ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര പിക്കി ആയിട്ട് ഓക്കെ എനിക്ക് സാരി ആണെങ്കിൽ ഇത് വേണം, അല്ലെങ്കിൽ ഭയങ്കര രസമാണ് കുറച്ച്. അത് ഒരുങ്ങാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഒരുങ്ങാൻ ഇഷ്ടമുള്ളതെന്നല്ല, എനിക്ക് ഞാൻ ഇടുന്നത് ഐ വുഡ് ലൈക്ക് ടു ബി ഒരു ഔട്ട്സ്റ്റാൻഡിങ്. That's a very strong word. അങ്ങനെ വെക്കാം, അതാണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ കുറെ സിനിമകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും എത്രയൊക്കെയാണേലും മീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് പഞ്ചാബി ഹൗസ് ഉണ്ട്. 100%. ഇറ്റ്സ് ലൈക്ക് ഓൾവേസ്. അതിങ്ങനെ നമുക്ക് കിട്ടിയൊരു വലിയ എന്താ പറയാ മൈൽസ്റ്റോൺ. It's a crown I carry on my head always. പഞ്ചാബി ഹൗസ്, അത് പറയാതെ വയ്യ. എൻ്റെ തലയിലുള്ള നിങ്ങൾ ആരും കാണാത്ത ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു കിരീടമാണ്. ആ ഒരു വലിയ മൈൽ സ്റ്റോണിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ആക്ച്വലി ആ ഒരു കാലത്ത് ഞാൻ സീരിയൽസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കരിയറിൽ ഇപ്പം ഞാൻ 39 years ആയി വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചിലപ്പം ഒരു 2-3 മാസം വർക്ക് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാണ്. ഞാൻ ഭയങ്കര മടിച്ചാണ്. ഓക്കെ, ഞാൻ ഒരു ട്രോൾ ഉണ്ടല്ലോ ഒരു ലേഡീനെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് മടിയാണ്, എനിക്ക് ജോലി എടുക്കാൻ മടിയാണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. എനിക്ക് മടിയാണ്. നിങ്ങൾ ചെറുപ്പക്കാർ പോയി പണിയെടുത്തോളുന്നത് അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര മടിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ നമ്മൾ കോൺവെർസേഷനിൽ പറഞ്ഞേ, ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ വേര് മുളയ്ക്കുന്ന പോലെ ഞാൻ അവിടെ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ വേര് മുളച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ താല്പര്യം. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും പുഷ് തന്നിട്ടായിരിക്കും ഞാൻ വീണ്ടും. ഇപ്പം ഞാൻ സീരിയൽസ് മാത്രം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നോട്ട് ഇൻട്രസ്റ്റഡ് മൂവീസ് വരുമ്പോൾ ഞാൻ പറയും ഞാൻ ചെയ്യുന്നില്ല. ആ സമയത്താണ് പഞ്ചാബി ഹൗസ് വന്നത്. ഓക്കെ, അപ്പം
അത് ചെയ്യാതിരിക്കാൻ എങ്ങനെയാണ്. അപ്പോൾ വിളിച്ചിട്ട് ഷൺമുഖണ്ണൻ മറ്റേ വളരെ സീനിയറായ ഒരു കൺട്രോളറാണ്, എല്ലാവരും ഭയങ്കര റെസ്പെക്ട്. ഷൺമുഖണ്ണൻ വിളിച്ചു കഴിഞ്ഞാൽ നോന്ന് ആരും പറയില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ മോളെ ഇങ്ങനെ അതിങ്ങനെ ഉണ്ട്, ഇത് പറ്റില്ല മോളിത് ചെയ്യെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ അതിൽ പഞ്ചാബി ക്യാരക്ടറാണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ അല്ല, ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഫ്രീ അല്ല, എനിക്ക് എല്ലാ മാസവും സീരിയലാണ്. അങ്ങനെ പറഞ്ഞു മോളെ അത് ഞങ്ങൾ മോളുടെ ഡേറ്റ് ഒക്കെ നമുക്ക് നോക്കാം, മോള് നോക്കുന്നത്. അപ്പം ഞാൻ ഉടനെ സിനിമയിൽ തന്നെ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, സത്യനന്ദിക്കാട് സാറിൻ്റെ അസോസിയേറ്റ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, രാജു എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ എന്ത് പറയണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാവണം, എനിക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ല. അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഇഫ് യു റിയലി ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, യു ജസ്റ്റ് അവർ പേയ്മെൻറ്റ് പറയുമ്പോൾ അത് ഒരു ഇരട്ടിയായിട്ട് പറയൂ, അല്ലെങ്കിൽ ഡേറ്റിൻ്റെ കാര്യം പറയൂ, അതല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാതിരിക്കാൻ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളൂ. അപ്പം ഞാൻ പേയ്മെൻറ്റ്, അപ്പം ഞാൻ വെച്ചു ഓക്കെ പേയ്മെൻറ്റ് ഇരട്ടി വേണ്ട, ഞാൻ 3 ഇരട്ടി പറഞ്ഞു നോക്കാം, പിന്നെ എന്താണെങ്കിലും ചാൻസസ് ഉണ്ടാവില്ല. 3 ഇരട്ടി പറഞ്ഞു. ഷൺമുഖണ്ണൻ പറഞ്ഞു അത് വേണോ മോളെ? ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തു. എന്നാ ശരി, അപ്പോൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഡേറ്റ്സ് എനിക്ക് സീരിയലുണ്ട്, ആ മോളുടെ ഫ്രീ ആയുള്ള ഡേറ്റ്സ് പറ, അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. എനിക്കൊരു വഴിയും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാനത് ആക്ച്വലി ചെയ്യാൻ പോണത്. ലാസ്റ്റ് മിനിറ്റ് ഞാൻ വെച്ചാൽ എന്നെ മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയൊരു മൂവിയായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ, ഓക്കെ, എൻ്റെ ഈ ശരീരത്തിനെക്കാട്ടും വലിയ പുറത്ത് നിൽക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് പഞ്ചാബി ഹൗസ് എന്ന മൂവി. ഞാൻ അന്നത് ചെയ്യാതിരുന്നെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഐ വുഡ് ബി ആക്ച്വലി എ നോബഡി മേ ബി ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഞാൻ പഞ്ചാബി ഹൗസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈവൻ ദോ മൈ ഫസ്റ്റ് മൂവി വാസ് എ ഗ്രേറ്റ് മൂവി, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ലോഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പഞ്ചാബി ഹൗസ് ഞാൻ ചെയ്തിട്ടില്ലായെങ്കിൽ ദാറ്റ് വുഡ് ബി വിത്ത് ഗ്രേറ്റസ്റ്റ് നഷ്ടം എൻ്റെ ലൈഫിൽ. അതെ, അത് ഈ പറഞ്ഞ പോലെ ആർക്കും നമുക്ക് എന്താ പറയുക, ഫുൾ മൂവിയിൽ നോക്കുമ്പോൾ ഒരു ഹീറോയിൻ ക്യാരക്ടറിൽ നോക്കുമ്പം ഹീറോയിൻ ക്യാരക്ടറിനേക്കാൾ നല്ല രീതിയിൽ സംസാരിക്കാൻ ഞാനാണല്ലോ. അതെ, ഈ പറഞ്ഞ പോലെ ആളുടെ ഒരു സൗണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴും ബട്ട് ആ ഒരു ക്യാരക്ടറിനും അതിൻ്റെതായ രീതിയിലുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരുന്നു അതിന്. എനിക്ക് തോന്നുന്നു അവരും നിർബന്ധിച്ചത് ബിക്കോസ് കുറച്ചൊരു പഞ്ചാബി ആക്കാൻ പറ്റുന്ന മലയാളി ക്യാരക്ടേഴ്സ് വേണമല്ലോ അവർക്ക്. മലയാളം ഈസിയായിട്ട് പറയുമ്പോൾ കുറച്ച് ആ ലുക്കും ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അവരും അത്ര നിർബന്ധിച്ചത്. ആരെങ്കിലും സത്യത്തിൽ ചോദിച്ചിട്ടുണ്ടോ ശരിക്കും പഞ്ചാബിയാണോ നിന്റെ കുറിപ്പ്? നോർത്ത് ഇന്ത്യൻ ആണോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അറിയാത്ത, നമ്മളെ ഒരു യാത്ര പോവുകയാണെങ്കിൽ അറിയാത്ത ആൾക്കാർ ചോദിക്കും എവിടെ തന്നെ ഹിന്ദിയിൽ സംസാരിക്കും, മലയാളി ആൾക്കാരുണ്ട്. ഇപ്പൊ കുറേ സിനിമകൾ ഇതേപോലെ മടി പിടിച്ച് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങനെ വേണ്ടാന്ന് വെച്ച സിനിമകൾ ഏതെങ്കിലും പിന്നെ കണ്ടപ്പം തോന്നിയിട്ടുണ്ടോ ചെയ്യായിരുന്നു? ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോന്ന് പറയാറില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച സിനിമകൾ ഉണ്ടാവില്ല. പക്ഷെ ഞാനായിട്ട് ട്രൈ ചെയ്യില്ല. ഇപ്പൊ എനിക്ക് അറിയുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാനൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വലി നമ്മൾ വിളിക്കണം അവരെ. ഒരു ശരിക്കും പ്രൊഫഷണലായിട്ട് മുന്നോട്ടേക്ക് പോകാൻ, ഈ ഒരു പ്രൊഫഷണലായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ വി ഷുഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ. കാരണം എന്താ വെച്ചാൽ ഇന്ന് അഷ്ടമി എന്നെ മീറ്റ് ചെയ്തു, അഷ്ടമി ഈ നെക്സ്റ്റ് ഒരു മന്തിൽ ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. യു ഡോണ്ട് ഹാവ് ടു റിമെമ്പർ നീന കുറുപ്പ് ബിക്കോസ് യു ഹവ് മെറ്റ് സോ മെനി അതർ പീപ്പിൾ. അപ്പൊ പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെങ്കിൽ നീനനെ ഓർക്കണമെങ്കിൽ നീനയായിട്ട് ഒരു കോൺടാക്ട് അഷ്ടമിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അഷ്ടമി മറന്നുപോകും. സോ ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും കൺട്രോളേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അൺലെസ് യു കീപ്പ് ഇൻ ടച്ച് അറ്റ്ലീസ്റ്റ് ബൈ ഒരു ഗുഡ് മോർണിംഗ്. ഇപ്പം നമുക്ക് അതിനൊക്കെ സൗകര്യമുണ്ട്. ഒരു ഗുഡ് മോർണിംഗ് എന്തെങ്കിലും അയച്ചിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ ഇല്ലെങ്കിൽ അവർ നമ്മൾ ഓർക്കില്ല. അവർ അതിന് തൊട്ട് മുമ്പ് ആ ആഴ്ച കണ്ട ആൾക്കാരെയായിരിക്കും അവർ ഓർമ്മിക്കുക. അപ്പം ഞാൻ എൻ്റെ PR ഇസ് വെരി ബാഡ്. PR ഇസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ദീസ് ഡേയ്സ് ഇല്ലേ. അപ്പോൾ അത് എൻ്റെ ബാഡ് ആയതുകൊണ്ട് ഞാനായിട്ട് ആരും വിളിച്ച് ചോദിക്കാറില്ല. പക്ഷെ വിളിക്കുന്ന പ്രോജക്റ്റൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് ചെറുതാണെങ്കിൽ ഞാൻ ചെയ്യും, വലുതാണെങ്കിലും ചെയ്യും. I just feel that ഇപ്പോൾ ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഞാൻ വിചാരിക്കും ഇറ്റ് ഈസ് ഓൺലി മൈ ജോബ് ഇസ് ആൻ ആക്ട്രസ്. ഞാനത് വലുതാണോ ചെറുതാണോ നോക്കേണ്ട ആവശ്യമില്ല. എവ്രിബഡി ഹാസ് എ ഡ്രീം. അപ്പോൾ ആ ഡ്രീമിൽ ഞാനൊരു പാട്ടാവുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഓൺലി തിങ് ഐ ക്യാൻ ഡു. ഞാൻ വലിയ ആൾക്കാരുടെ കൂടെ മാത്രമേ അഭിനയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ. ദാറ്റ് ഈസ് നോട്ട് മീ. ഇൻസൈഡ് മീ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഐ വിൽ ഡു സ്മോൾ പ്രോജക്ട്സ് ആൻഡ് ബിഗ് പ്രോജക്ട്സ്. ഷോർട്ട് ഫിലിംസ് വരെ വിളിച്ചാൽ ഐ ഹാവ് ഡൺ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഷോർട്ട് ഫിലിംസ് ഭയങ്കര ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത ഒരുപാടുണ്ട്. ഞാനൊരു വിമൻസ് ഡേ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോവിഡ് റിലേറ്റഡ് ഒരു സ്റ്റോറി ആയിരുന്നു.
അതൊക്കെ 5 മില്യണും ഒക്കെ ക്രോസ് ചെയ്ത 10 മില്യൺ ഒക്കെ ക്രോസ് ചെയ്തിട്ട് തോന്നുന്നു. ഭയങ്കര അഭിപ്രായം കിട്ടിയതായിരുന്നു അത്. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ സീരിയലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും, അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു സീരിയലിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് ആൻഡ് ഓൾസോ യു ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഈസിനെസ് ഇൻ ഡൂയിങ് എനിക്ക് ഫീൽ ചെയ്തു. സീരിയലിന്റെ ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളവിടെ പോയിട്ട് കുറച്ച് ദിവസം അഭിനയിക്കുമ്പോൾ യു നോ ദിസ് ഇസ് എ ലോങ് ജേർണി. സോ യു മേക്ക് ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മളൊരു ഷോർട്ട് ജേർണിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇരിക്കും. പക്ഷെ നമ്മൾ അതേപോലെ കോഴിക്കോട് നിന്ന് ഡൽഹി വരെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഈ ആൾക്കാരും ഡൽഹി വരെയാണ്, നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ഫ്രണ്ട്സ് ആവും. കോഴിക്കോട് നിന്ന് വടകര പോവുകയാണെങ്കിൽ നമ്മൾ സമയം നമുക്ക് നോക്കണ്ട, പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോ അതുകൊണ്ട് അവരുമായിട്ട് വളരെ കംഫർട്ടബിൾ ആവും. പിന്നെ ഞാൻ എപ്പോഴും നോക്കാൻ ആ ടീം ആരാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ സീരിയലിൽ പോയിട്ട് അഭിനയിക്കുന്നത്. ഇഫ് ഐ എം കംഫർട്ടബിൾ വിത്ത് ദ ക്രൂ, ഡയറക്ടറോ എനിക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് വർക്ക് ചെയ്യും. സോ അതുകൊണ്ടാണ് ആ ഈസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ജനറലി ദിസ് ഇസ് യുവർ ജോബ് അല്ലേ. വൺസ് യു റീച്ച് എ പ്ലേസ്, സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും നമ്മൾ ആൾക്കാരുമായിട്ട് കംഫർട്ടബിൾ ആവുക മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ലൈക്ക് യു ആർ ഹിയർ വിത്ത് മീ, ഇറ്റ്സ് ഓൺലി എ ഷോർട്ട് മീറ്റിംഗ്, ബട്ട് ഹൗ വി ആർ കംഫർട്ടബിൾ വിത്ത് ഈച്ച് അതർ ബിക്കോസ് വി നോ ഈ ഷോർട്ട് പീരിയഡിൽ നമ്മൾ വി ഹാവ് ടു ട്രാവൽ ടുഗെദർ. അപ്പം ആ ഒരു ഈസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ. പക്ഷെ പൊതുവെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറേം കൂടി ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ബിക്കോസ് ഓഫ് ദാറ്റ് നീന കുറുപ്പിന് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മറ്റേ ടാഗ് ലൈൻ ഉണ്ടായിരുന്നത് മാറി കുറേം കൂടി ഇപ്പോൾ ഒരു സോഫ്റ്റ്, അല്ലെങ്കിൽ നീന ചേച്ചി എന്ന് പറയുന്നത് ഒരു നോർമൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നുള്ളൊരു ഫേസ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ സത്യം പറഞ്ഞാൽ. പീപ്പിൾ ആർ മോർ അപ്രോച്ചബിൾ ആണ്. ഞാൻ അപ്രോച്ചബിൾ. അതിന് മുമ്പ് എനിക്ക് തന്നെ അറിയാം, ഓ അവർ ഭയങ്കര ജാടിയാണ്, അവർ ഭയങ്കര അഹങ്കാരാന്ന് പറഞ്ഞു. അപ്പൊ അന്നൊക്കെ ഞാൻ ആക്ച്വലി അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുന്നത്. അതൊരു ഷീൽഡാണ്, അതൊരു ഷീൽഡാണ്. നമ്മൾ പലപ്പോഴും പലരിൽ നിന്നും നമുക്ക് താല്പര്യമില്ലാത്ത ചില നമ്മുടെ ലൈഫാണല്ലോ, നമുക്ക് അവരിൽ നിന്നും നമ്മളൊന്ന് മാറ്റി നിർത്തും, അനാവശ്യമായ ടോക്സ് എന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തും. അപ്പോൾ അത് ഒരു ഷീൽഡാണ്, വെരി പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. പക്ഷെ ഇപ്പം ബിക്കോസ് ഓഫ് മൈ ഏജ്, ഇത്രയും വയസ്സായതുകൊണ്ട് ആ ഒരു ഷീൽഡ് ഇപ്പോൾ വേണ്ട. ജാടേൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ അവൾ അപ്രോച്ചബിൾ അല്ല എന്നുള്ള ഷീൽഡ് വേണ്ട. ബിക്കോസ് ഏജിൻ്റെ റെസ്പെക്റ്റ് കാരണം എന്താണെങ്കിലും ദേ വിൽ ഗിവ് ദാറ്റ് ടു മീ. കുറേ വയസ്സുണ്ടല്ലോ എനിക്ക്, വയസ്സിലേക്ക് പോകണ്ട. അപ്പം അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതെ, അത് ശരിയാണ്. ഭയങ്കരമായിട്ട് ആ ഒരു നമ്മളുടെ കൂട്ടത്തിൽ നമ്മുടെ ചേച്ചി എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ ഈ അമ്മവേഷങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആരുടെയൊക്കെയാ, ടൊവിനോ തോമസിന്റെ, ഉണ്ണിമുകുന്ദൻ, കേൾപ്പത്തിൽ അല്ലേ, അതെ, അങ്ങനെ ഒരുപാട് പേരുടെ അമ്മവേഷങ്ങൾ ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ ചെറിയ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് ഓഫ് ഒരു സീൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് ആ ഒരു വേഷം കാണിക്കുമ്പോൾ ഇറ്റ് ഹാസ് മേ ബി ഒരു ഇമ്പാക്റ്റ് ഉള്ള രീതിയിലായിരിക്കാം. ചിലപ്പോൾ ചില മൂവീസിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തേക്കും ചെറുതാണോ വലുതാണോ നോക്കാതെ തന്നെ ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഈ ഒരു സിനിമകളിലൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ്. പിന്നെ ചെറിയ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും യു മീറ്റ് സോ മെനി പീപ്പിൾ ദെയർ അല്ലേ. അതൊരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. ഇറ്റ്സ് എ ബോണ്ടിങ്. ഒരു ചെറിയ പടം ചെയ്തത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് വലിയ പടം അതിന് ശേഷം കിട്ടിയിട്ടുണ്ടാവും ഫ്രോം ദ വൺ മെമ്പർ ഇൻ ദ സെയിം ക്രൂ. സോ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുത് വലുത് നോക്കരുത്, യു ഡു യുവർ ജോബ്. ഓക്കെ. പിന്നെ ഞാനൊരു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, ഹീറോയിൻ ആണെങ്കിൽ മാത്രമേ അഭിനയിക്കത്തുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം നോട്ട് ദാറ്റ് ഇൻ ദാറ്റ് കാറ്റഗറി. ഐ എം എ ക്യാരക്ടർ ആർട്ടിസ്റ്റ്. സോ ഐ ഗോ ആൻഡ് ഡു മൈ ക്യാരക്ടർ. അത് ചിലപ്പോൾ 2 സീനായിരിക്കും, ചിലപ്പോൾ ഒറ്റ സീനായിരിക്കും. പിന്നെ ഞാൻ ചോദിക്കാറുണ്ട്, ഒറ്റ സീനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇപ്പോഴൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ എന്താണെങ്കിലും വിളിക്കുക. അതിപ്പോൾ ഒരു സീനാണെങ്കിലും ഒരു ഡയലോഗ് ആണെങ്കിലും മേ ബി ദ ഡയറക്ടർ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തത് നീന കുറുപ്പ് വേണം എന്ന് വിഷ്വലൈസ് ചെയ്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചൂടെ, പുതിയതൊരാൾ മെമ്പർ. ഇപ്പം എത്ര പേരുണ്ട് പുതിയ ആർട്ടിസ്റ്റ് വരുന്നത്, അവരെ വിളിക്കാതെ നീന കുറുപ്പ് വേണം എന്ന് പറയുമ്പോൾ സംവേ ഹി ഹാസ് വിഷ്വലൈസ്ഡ് മീ ആസ് ദാറ്റ് ക്യാരക്ടർ. ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസം ചെമ്പൻ വിനോദിൻ്റെ ഒരു മൂവി പോയി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 സീനേ പറ്റിയുള്ളൂ. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഐ എം എൻ ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടർ. ഓക്കെ. അപ്പം ഞാൻ 2 സീനിന് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് മാർത്താണ്ഡ കന്യാകുമാരിയിലാണ് ഷൂട്ടുള്ളത്, നെയ്യാറ്റിൻകര അവിടെ ആ ഭാഗത്ത് എവിടെയാണ്. അപ്പം ഞാൻ ചോദിച്ചു വൈ മീ? അല്ല, സാറ് പറഞ്ഞു നീന ചേച്ചി കറക്റ്റാണ്. സോ ദാറ്റ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. കാരണം ഇത്രയും പേരുള്ള ഒരു ഫീൽഡിൽ, ഇത്രയ്ക്കും പുതിയ ആർട്ടിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡിൽ
നീനാക്കുറുപ്പിന് അദ്ദേഹം ഓർത്തു എന്നാണ് ഞാൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. വൈ ഡിഡ് ചെമ്പൻ വിനോദ് റിമെമ്പർ മീ? എപ്പോഴും 1-2 പ്രാവശ്യം എവിടെയെങ്കിലും ബ്രാസിംഗിൽ നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. ബട്ട് ഹി റിമെമ്പർഡ് മീ enough to call me and do this character. That is important, and adin I'm so thankful to so many actors, so many directors and producers who have called me, even if it's for a small role, enne vilichadine, because avare മനസ്സിലേക്ക് ഞാൻ വന്നു. ഞാൻ വിളിക്കാതെ, ഞാൻ ചോദിക്കാതെ അവരെ മനസ്സിലേക്ക് ഞാൻ വന്നത് വലിയൊരു ഭാഗ്യം, ക്രെഡിറ്റ് ആണ്. തുടക്കത്തിലൊരു നല്ലൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹീറോയിൻ ക്യാരക്ടറിൽ തുടക്കം കുറിച്ചിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 39 years as you said. പക്ഷേ ഈ ഒരു കരിയർ എടുത്ത് നോക്കുമ്പോൾ എവിടെയെങ്കിലും നീന ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ, അയ്യോ ഐ കുഡ് ഹാവ് ഡൺ മോർ ഗുഡ് മൂവീസ് അല്ലെങ്കിൽ മോർ ഗുഡ് ക്യാരക്ടേഴ്സ്, എനിക്കിനിയും ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്കിനിയും കുറച്ചുകൂടി കിട്ടുമായിരുന്നു, അങ്ങനെ ഒരു സങ്കടം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? സങ്കടമല്ല, പക്ഷേ 100% ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ദാറ്റ് മൈ ലൈഫ് അല്ലെങ്കിൽ മൈ കരിയർ വുഡ് ഹാവ് ഗോൺ എ ഡിഫറെൻറ്റ് വേ ഇഫ് ഐ വാസ് ലിറ്റിൽ മോർ പാഷനറ്റ് അബൌട്ട് ഇറ്റ്. അപ്പം ആ പാഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഐ ടുക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. ഇപ്പം നാളെ എൻ്റെ മോൾ അഭിനയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളോട് പറയും, പവിത്ര നീ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഇങ്ങനെ വേണം, നീ യു ഹാവ് ടു കണ്ടക്ട് ഇറ്റ് ദിസ് വേ, യു ഹാവ് ടു ബിൽഡ് റിലേഷൻഷിപ്സ്, യു ഹാവ് ടു കണക്ട് വിത്ത് പീപ്പിൾ ആൻഡ് ഗെറ്റ് ജോബ്സ്, ഗെറ്റ് വർക്ക്. അത് എന്നെ പോലെ മടിച്ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ മോളുടെ ആരോടെങ്കിലും ഇപ്പം ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യമുള്ള എല്ലാവരോടും ഞാൻ പറയാം, ബി പ്രോആക്റ്റീവ്. മീൻ ആ ഒരു പാഷനിലൂടെ തന്നെ മുന്നോട്ടേക്ക് നീങ്ങുക, ഡോണ്ട് സിറ്റ് ബാക്ക്. കാരണം അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പല ക്യാരക്ടേഴ്സും ഞാൻ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും, ബിക്കോസ് ചെയ്യാതെ എനിക്ക് കിട്ടാതെ ഇരുന്നിട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ ഞാൻ ഫോൺ ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർ വിളിച്ച സമയത്ത് ഞാൻ ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടാവും. കാരണം എനിക്കൊരു ഹങ്കർ ഇല്ല അഭിനയിക്കാൻ. എനിക്ക് വേറൊരു ജോലി അറിയാത്തതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എനിക്കൊരു ഞാനിപ്പം മേക്കപ്പ് ഇട്ടിട്ട് മരിക്കണം എന്ന് പറയുന്ന എത്രയോ പാഷനറ്റ് ആക്ടേഴ്സ് ഉണ്ട്. ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ബട്ട് ഐ ലവ് മൈ ജോബ്. എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും പറയാം, ഭയങ്കര ബ്ലെസ്സിങ് ആണ് ആക്ടർ ആവുക, ആക്ട്രസ് ആവുക എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ബിക്കോസ് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ കാണുമ്പോൾ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ നമ്മുടെ തലയിലേക്ക് ഇത് ബ്ലെസ്സിങ് ആയിട്ട് ഗോഡ് ദൈവം തന്നതെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഐ വാല്യൂ ഇറ്റ്, ഇറ്റ്സ് വെരി പ്രഷ്യസ്. But I should have handled it with more എന്താ പറയുക കെയർ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. റിഗ്രറ്റ് അല്ല, പക്ഷേ ഒരു തിരിച്ചറിവ് അത് എനിക്ക് വന്നിട്ടുണ്ട്. അത് സത്യമാണ്. അതെ, ഗോയിങ് ബാക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പിന്നെയും അടിക്കുന്ന ഒരു സാധനമാണ്. കാരണം അന്ന് തന്നെ എനിക്ക് വേറെ മൂവി വന്നിട്ടുണ്ടായിരുന്നു. ശ്രീധരന്റെ തിരുമുറി ചെയ്ത ഉടനെ തന്നെ എനിക്ക് വന്ന മൂവിയായിരുന്നു പേര് വരുമ്പോൾ ഞാൻ ഓർക്കാം. അത് അവരുടെ പ്രൊഡക്ഷൻ തന്നെ, സുരേഷ് ഗോപി മമ്മൂക്ക തന്നെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ അത് ഊർവശി മാമാണ് ചെയ്തത് മൂവി. അപ്പം അത്രയ്ക്കും അടുത്ത് തന്നെ വേറെ മൂവി വന്നപ്പോൾ ഐ എം നോട്ട് കണ്ടിന്യൂയിങ്, ഞാൻ പഠിക്കാൻ പോവുകയാണ് തിരിച്ച് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതിലൊക്കെ ന്യൂഡൽഹി ഇമ്മീഡിയറ്റ്ലി വന്ന എന്നെ വിളിച്ചതാ. ഞാൻ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചതാണ് ന്യൂഡൽഹിയിൽ അഭിനയിക്കുന്നത്. കാരണം ഓൾറെഡി സുരേഷ് ഗോപിന്റെ പേരാണല്ലോ ഇതിൽ. അപ്പം അത് കണ്ടിന്യൂ. ഐ സെഡ് നോ, ഇഫ് ഐ ഹാഡ് ഡൺ ദാറ്റ് ഐ വുഡ് ഹാവ് ഡൺ മൂന്നാമതൊന്ന് ചെയ്തേനെ, നാലാമതൊന്ന് ചെയ്തേനെ, അഞ്ചാമതൊന്ന് ചെയ്തേനെ, ലൈഫ് മാറിപ്പോയേനെ. പക്ഷെ ഐ ഡി നോട്ട് ഡു ദാറ്റ്. But you are happy in your life. I'm happy. Very chill. കാരണം I always ഞാൻ എവിടെയോ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെക്കാട്ടും കൂടുതലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്, നമ്മുടെ അടുത്ത് എത്താൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യു ഫീൽ ലൈക്ക് യു ആർ കിങ് അല്ലേ? ചാർലി ചാപ്ലിൻ്റെ ഒരു സെയിങ് ആണെന്ന് തോന്നുന്നു. I was crying because I had no shoes and then I saw a man with no feet. ഓക്കെ, അത് ഭയങ്കര എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സെയിങ് ആണ്. ഞാൻ ഷൂ ഇല്ലാത്തതിനെ കുറിച്ച് വിഷമിക്കുമ്പോഴാണ് കാലില്ലാത്ത ഒരാളെ ഞാൻ കാണുന്നത്. സോ ഞാൻ എപ്പോഴും വിചാരിക്കും ഐ എം സോ ലക്കി. ഞാൻ ഇവിടെ വരെ 39 years in the industry and I'm still here at Radio Suno and you're interviewing me. That's something good. Yeah. How many people have that luck? Yes. Appo so I am very lucky. ഞാൻ ഇവിടെ വരെ എത്തിയത് തന്നെ എൻ്റെ വലിയ ഭാഗ്യമാണ്. I am really blessed എന്ന് വിചാരിക്കുന്നത്. So I'm happy. Yeah. Yes, of course. And you are like strong, bold at the same time. ഭയങ്കര പെപ്പി ആയിട്ട് എപ്പോഴും അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല അഷ്ടമി, പെപ്പി ആയിട്ടില്ലെങ്കിൽ. എൻ്റെ മോളെ ഞാൻ വിളിക്കുന്നത് പെപ്പി എന്നാണ്. അവളുടെ കൂടെ ഒക്കെ പിടിച്ചു നിൽക്കണമെങ്കിലേ നമുക്ക് അതേ എനർജി വേണം.
ആ ഒരു എനർജി കണ്ടിന്യൂ ചെയ്യണമല്ലേ. യെസ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ലൈക്ക് സോ മെനി ഗേൾസ് ഔട്ട് ദെയർ, അവരൊക്കെ ബാക്കോട്ട് വലിയായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പൊസിഷനിലേക്ക് വരാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഈവൻ ഫിലിമിലാണെങ്കിൽ പോലും ദേ വോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ ദം. അപ്പോൾ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു വുമൻ, വോട്ട് ഡു യു തിങ്ക്, ഒരു ലീഡർഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സിനിമയിൽ മുന്നോട്ടേക്ക് ഒരു നല്ല ക്യാരക്ടറിൽ വരികയാണെന്നുണ്ടെങ്കിലും, വാട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ സെൽഫ് ഇൻസൈഡ്? എന്താണ് ആ ഒരു കോർ വാല്യൂ ആസ് എ വിമൻ? വാട്ട് യു സജസ്റ്റ്? എനിക്ക് അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. പല തത്വങ്ങളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ആണ്. പക്ഷേ ബേസിക്കലി ഞാനൊരു ഐ വുഡ് സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ്. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. What is right, what I believe is right, I will do. And ചിലപ്പോൾ എനിക്കറിയാം അതിന് ചിലപ്പോൾ എതിർപ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. People will not support me in that എന്ന് എനിക്കറിയാം. പക്ഷേ if it is true and if it is right, I would like to. I would like to എന്നല്ല, I will stand by it. അപ്പോൾ ആരാണെങ്കിലും അങ്ങനെ പിടിച്ചു നിൽക്കണം. Do what is right, do what makes you happy. Don't do something just because somebody else is forcing you. If you are convinced, നമ്മുടെ ഇന്നറിൽ ഒരു വോയിസ് ഉണ്ട് എപ്പോഴും അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നർ വോയിസ് ഇസ് there. അല്ലെങ്കിൽ പിന്നെ ഔട്ടർ വോയിസ് ഉണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചില നമ്മുടെ ക്ലോസ് ആയ ആൾക്കാർ ഹൂ വി നോ നമ്മൾക്ക് നല്ലത് മാത്രമേ അവരെ പറ്റി നമുക്ക് വരുത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അവർ ചിന്തിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം, അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം. അപ്പം യു ക്യാൻ ടേക്ക് ദിയർ അഡ്വൈസ് ഓൾസോ. പക്ഷേ ഫൈനലി ലിസൺ ടു യുവർ ഹാർട്ട്, ലിസൺ ടു ദ വോയിസ് ഇൻസൈഡ് യു. ബിക്കോസ് നാളെ ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും അയ്യോ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയാം. ഞാൻ ചെയ്തത് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാം. Whether it's right or wrong, you will suffer the consequences. You will ഉണ്ടാവും നാച്ചുറലി ഒരുപാട് ബാക്ക്ലാഷ് നമുക്ക് ഉണ്ടാവുമായിരിക്കും. എല്ലാ കാര്യം ഞങ്ങൾ ചെയ്യുന്നത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് ട്രൂ, സം ഡേ it will be, the path will be cleared for you. Sure ആയിട്ടും. ആൻഡ് ഇനി നമുക്ക് ഒരു 39 ഇയേഴ്സിൻ്റെ ഒരു ജേർണിയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാവേ. യുവർ ഫേവറേറ്റ് മൂവി അഭിനയിച്ചതിൽ? ഓക്കെ, പഞ്ചാബി ഹൗസ് പറയുന്നത് ഞാൻ ഒന്നും പറയാൻ പാടില്ല, കാരണം ഞാൻ ഒരു മൂവി പറഞ്ഞാൽ വേറെ മൂവി എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പണ്ടത്തെ ഏതെങ്കിലും മൂവി ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു ഫേവറേറ്റ്. എന്റെ ഫസ്റ്റ് മൂവിയാണ് എന്റെ ഏറ്റവും പ്രഷ്യസ് മൂവി. ഓക്കെ, കാരണം അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നീന കുറുപ്പ് ഇരിക്കുന്നത്, ബിക്കോസ് ഓഫ് ശ്രീധരന്റെ ഒന്നാം തിരുമുറ. അപ്പൊ നമുക്ക് അത് വെക്കാം. അത് തന്നെയാണ് എന്റെ ശരി. ഫേവറേറ്റ് സീൻ, ലൈക്ക് ഏതെങ്കിലും ഭയങ്കര ചിരിച്ച്, അതായത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിരി അടക്കി വെക്കേണ്ട. അത് ഞാൻ ഫസ്റ്റ് മൂവിയിൽ ഉണ്ടായിരുന്നു, എന്താണ് ശ്രീനാഥനായിട്ടുള്ള കോമ്പിനേഷൻ. പക്ഷെ അതല്ലാതെ എനിക്കിപ്പോഴും അതിന്റെ ഡയലോഗ് എനിക്ക് ചിലപ്പോൾ മറന്നു പോകും അന്ന് പറഞ്ഞത് എന്താണെന്ന്. ഓക്കെ, പക്ഷേ മറക്കാത്ത ഒരു ഡയലോഗ് എനിക്ക് പഞ്ചാബി ഹൗസ് തന്നെ, നീ എന്താ ഗബ്ബർ സിംഗോ കക്കന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട്, അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഡയലോഗ്. അതാണ് അതൊരു നീ ആരാ ഗബ്ബർ സിംഗോ കക്ക ചിരിക്കാൻ വെരി ഗുഡ്. പറയില്ലെന്നറിയാം, എന്നാലും ഫേവറേറ്റ് ഡയറക്ടർ? മൈ ഫസ്റ്റ് ഡയറക്ടർ. എല്ലാം ഫസ്റ്റ് അല്ല, അത് കാരണം ഓഫ് കോഴ്സ് സത്യൻ അന്തിക്കാട്. ഹൂ ഡസന്റ് ലൈക്ക്, അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച എല്ലാവർക്കും അദ്ദേഹത്തിനൊരു ഫാൻ തന്നെ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചധികം മകനെ കുറിച്ച് സംസാരിച്ചു. അല്ല, മകൻ അഭിനയിച്ചിട്ടുള്ളതിൽ തന്നെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺ? ആൺകുട്ടികൾ, ഓ മൈ ഗോഡ്, സിനിമയില് ഞാനിപ്പോഴും അവരൊക്കെ മോനെ വിളിക്കാം. അവർ ടോബീനെ ആണെങ്കിലും ഉണ്ണീനെ ഒന്നും ഞാൻ ഉണ്ണിമുഖത്തിനും ഞാൻ അധികം കാണാറില്ല. സൈജു കുറുപ്പിനെ ഞാൻ കാണുമ്പം സൈജു എനിക്ക് മോനെന്ന് വിളിക്കുകയാണെങ്കിലും എനിക്ക് ശരിക്കും ക്ലോസ് ആയിട്ടൊരു മോൻ എന്ന ഫീലിംഗ് ടോബീനോട് ഉണ്ട്. സിനിമയിലാണെങ്കിൽ വേറെയും കുറേ പേരുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ടോബീൻ വരുന്നത്. സീരിയലിലും അതുപോലെ തന്നെ. അയ്യോ, സീരിയലിൽ എൻ്റെ മക്കളായിട്ട് എല്ലാവരോടും വോയിസ് ആണെങ്കിലും. ഓക്കെ, ഇനി നീന കുറുപ്പിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്? ഞാനൊരു ഫുഡി അല്ല. ഓക്കെ, എന്നാലും ഈ സമയത്ത് ഫലൂഡ. ഫലൂഡ? ഓഹ്, ഫലൂഡ കഴിക്കും. ഫലൂഡ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഫലൂഡ എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല ക്രീമി ഫലൂഡ. ഓക്കെ, ഐ ഷുഡ് ഹാവ് ടേക്കൺ ഒരു ഫലൂഡ മേടിച്ച് വെക്കണമായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ വാങ്ങിച്ചു വെച്ചാൽ. എനിക്ക് ഏത് രാത്രി പാതിക്ക് 2 മണിക്കാണെങ്കിലും കഴിക്കണം തോന്നുന്ന ഒരു സാധനം ഫലൂദയായിരിക്കും.
ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഫലൂഡയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനൊരു പൈനാപ്പിൾ പായസത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സീക്രട്ട് റെസിപ്പിയാണ് ഈ പൈനാപ്പിൾ പായസം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഈ പൈനാപ്പിളും പാലും കൂടെ ചേർക്കുമ്പം അത് പിരിഞ്ഞു പോകും. അപ്പം അത് എളുപ്പം വലിയ കുക്സിനൊക്കെ ശരിക്കും എന്താ പറയാ ഫാൻസി തന്നെ ആൾക്കാർക്ക് അറിയും. പക്ഷെ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പൈനാപ്പിൾ അതെങ്ങനെയാന്നൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. ഐ മേക്ക് ഓസം പൈനാപ്പിൾ പായസം. ഓഹോ, ഓക്കെ. എന്നാ ഞങ്ങൾക്ക് ആ റെസിപ്പി കൂടി പറഞ്ഞു തരും. ആക്ച്വലി ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിള് പാല് നന്നായിട്ട് തണുത്തതിന് ശേഷമേ പൈനാപ്പിൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നന്നായി തണുത്തതിന് ശേഷം, കാരണം അപ്പൊ പിരിഞ്ഞു പോയില്ല. ഇത് ചൂടുള്ള പാലിലേക്ക് ഇത് ഇടുമ്പോഴാണ് ഇപ്പം നാരങ്ങയൊക്കെ നമ്മൾ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്, അത് വെച്ചൊരു പോകാം. അത് ആ കംപ്ലീറ്റ്ലി തണുത്തതിന് ശേഷം, രണ്ടും നന്നായി തണുത്തതിന് ശേഷം ആഡ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഈ പൈനാപ്പിൾ സാഗോ ഇല്ലേ, സാഗോ ചവരി ആദ്യം കഴുകി 2-3 പ്രാവശ്യം കഴുകി നമ്മൾ ആദ്യം അത് കുക്ക് ചെയ്യണം. അത് കുക്ക് ചെയ്തിട്ട് അത് ഗ്ലാസ് പോലെയാവും, സീത്രൂ ഒപ്പേക്കാവും. അപ്പം ഒപ്പേക്കല്ലേ പറയാം, സീത്രൂ ഒപ്പേക്കല്ലേ, അത് അങ്ങനെയാവും. അപ്പം അതായതിനു ശേഷം അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ പൈനാപ്പിളും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അത് കുക്ക് ചെയ്തിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ പാല് നന്നായിട്ട് ഒന്ന് കുറുകുന്ന വരെ, ഇപ്പം നമ്മൾ ഒരു 2 ലിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ വരെ ആവുന്ന വരെ ഒന്ന് തിക്കായിക്കോട്ടെ. ഈ 3 സാധനം തണുത്തതിന് ശേഷം ആഡ് ചെയ്യാം. ആൻഡ് പാലിലേക്ക് നമ്മൾ കുറച്ച് ഇതിടണം, മറ്റേ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഒന്ന് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ആഡ് ഓൾ ദീസ് 3 തിങ്സ് ആൻഡ് സെറ്റ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യണം. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു അവസരമില്ലാതായി പോയി, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിപ്പിച്ച് കഴിച്ചത്. ഞാനൊരു വളരെ ലേസി പേഴ്സൺ ആട്ടോ. കുക്കിംഗ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ടു കുക്ക് അറ്റ് ഓൾ. ഓ മൈ ഗോഡ്. പക്ഷെ ഇങ്ങനത്തെ ചില സീക്രട്ട് സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് ഞാൻ നന്നായിട്ട് പ്രോൺസ് കറി ഉണ്ടാക്കും, പിന്നെ ഇത് പൈനാപ്പിൾ പായസം ഉണ്ടാക്കും. അങ്ങനെ 2-3 സംഭവങ്ങൾ പഠിച്ചു വെച്ചേക്കാണ്. അതുകൊണ്ട് ആൾക്കാരെ ഞാൻ വീഴ്ത്തും. വരുമ്പോഴത്തേക്കും ഇംപ്രസ് ചെയ്യാനൊരു സാധനം അത്രേ ഉള്ളൂ. പ്രോൺസ് ഞാൻ നന്നായിട്ടുണ്ടാക്കും. ഓക്കെ, വെരി ഗുഡ്. അടിപൊളിയാ. പക്ഷെ എന്നാലും പൊതുവെ ഈ കുക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ സത്യത്തിൽ മാറി അല്ലേ? Nobody have to be like very perfect in cooking. ജീവിച്ചു പോകാനുള്ളത് അറിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ ഹോട്ടലുകാരൊക്കെ എങ്ങനെ നന്നാവും? എന്താ അഷ്ടമി പറയുന്നത്? നമ്മൾ വി ഷുഡ് ബി സപ്പോർട്ടീവ്. എല്ലാ ബിസിനസ്സുകാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. എന്നാൽ മാത്രമല്ലേ അവർക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അഷ്ടമി ഇതൊക്കെ പറയുന്നത് പ്ലീസ് അങ്ങനെയൊന്നും നിങ്ങൾ കുക്ക് ചെയ്ത് വീട്ടിൽ ഇടക്കിടക്ക് പുറത്ത് നമ്മൾ കഴിക്കാറുണ്ട്. പുറത്ത് പിന്നെ അങ്ങനെ പുറത്തുനിന്ന് ഈ പറഞ്ഞ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. സോ അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ വന്ന് കുറച്ചധികം ദിവസങ്ങൾ അവരുടെ കൂടെ ഈ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്ത് അവരുടെ എല്ലാ മെനുവും ട്രൈ ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? സോ ഖുറൈഷി റെസ്റ്റോറന്റ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ. യെസ്. അപ്പൊ അവിടുത്തെ ഈ ഗ്രില്ലും മന്തിയൊക്കെ ടേസ്റ്റ് ചെയ്തോ? മന്തി ഇന്നലെ കഴിച്ചു, പിന്നെ മന്തി മിഞ്ഞാന്ന് കഴിച്ചു, ഇന്നലെ ഒരു മിക്സ് പ്ലാറ്റർ കഴിച്ചു, പിന്നെ ഗ്രില്ല് കഴിച്ചു, സ്പൈസി ഫ്രൈഡ് ചിക്കൻ കഴിച്ചു, ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ കഴിച്ചു, പിന്നെ അവക്കാഡോ ജ്യൂസ്, ഓറഞ്ച് എല്ലാം. അവക്കാഡോ, ഞാനൊരു അവക്കാഡോ ഫാനാണ്. അതാണ് എല്ലാ ദിവസവും കൂടി. ഇന്നലെ അവിടെ അവക്കാഡോ തീർന്നു പോയി ഞാൻ എത്തിയപ്പോഴത്തേക്കും. ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. ഒരു ദിവസം 2 അവക്കാഡോ ജ്യൂസൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ അവിടുത്തെ ഫുഡ്? ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ നല്ലതാണല്ലേ? അത് ഞാൻ ആദ്യത്തെ ദിവസം 2 ദിവസം കഴിച്ചു. ആദ്യത്തെ ദിവസം അത് കുറച്ച് എന്താണ് പറയാ സ്പൈസി അല്ലായിരുന്നു. അപ്പൊ സെക്കൻഡ് ഡേ ഞാൻ അത് കുറച്ചുകൂടി സ്പൈസി ആക്കിയിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലേ? സ്പൈസിയും ഇഷ്ടമാണ്, സ്വീറ്റും ഇഷ്ടമാണ്. എനിക്കും 2 ഇഷ്ടമാണ്. സ്വീറ്റ് ആൻഡ് സ്പൈസി, അതാ നല്ല കോമ്പിനേഷൻ. So you were so sweet today anyway. We are so happy. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. And 39 years is not simple thing. And still everybody just recognizing and appreciating your work is something beyond words. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ലൈക്ക് ദിസ്, ഇതേപോലെ എനർജറ്റിക് ആയിട്ട് ഭയങ്കര എന്താ പറയാ, നീ ചേച്ചിക്ക് തോന്നുന്ന പോലെ തന്നെ എന്ത് ചെയ്താലും അതിനു വേണ്ടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ just go like this, slay. ഇപ്പോഴത്തെ കുട്ടികൾ പറയാം slay. So happy Gigi. So happy. Yes. And to all my viewers. Bookie
പൂക്കി, ഏതാണ് പൂക്കി എന്ന് പറയുന്നത്? അങ്ങനെ ചില പൂക്കികൾക്കാണ്. താങ്ക് യു, അടിപൊളി.